ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമേ യു കെയിൽ നിന്ന് തന്നെ തുടങ്ങാം. യു കെയിൽ ഏഞ്ചൽ റെയ്നർ, യു കെയുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അവർ റിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നത് അവർ അസറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്, വീട് മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വത്ത് മേടിച്ചിട്ടുണ്ട്. ആ മേടിച്ച സമയത്ത് അവർ അതിൻ്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി പേപ്പറുമായിട്ട് ബന്ധപ്പെട്ട് ആ ടാക്സ് കൃത്യമായിട്ട് അവർ പേ ചെയ്തിട്ടില്ല, അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതായത് ഈ പണ്ട് നമ്മുടെ നാട്ടിൽ ഈ ആധാർ കാർഡും അതുപോലെ ഈ ഒരു പാൻ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കാതെ സ്ഥലമിടപാടുകൾ നടത്തുമ്പോഴത്തേക്കും കുറേ കള്ളപ്പണം പോകാറുണ്ടല്ലോ. ആ രീതിയിൽ കുറച്ച് ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ട്. അതാണ് ഇതിന് കാരണമായത്. ഇപ്പം ഇതേ സെയിം ആരോപണം കീർ സ്റ്റാർമറിൻ്റെ മേളിലുണ്ട്. കീർ സ്റ്റാർമറിൻ്റെ മേളിൽ കോടതി ഇതേ സെയിം വിഷയം കണ്ടെത്തുകയും അതുപോലെ തന്നെ കീർ സ്റ്റാർമറിൻ്റെ അടുത്ത് ഇതിൻ്റെ ക്ലാരിറ്റി ചോദിച്ചിട്ട് നിങ്ങൾ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരാൻ യോഗ്യനായ വ്യക്തി അല്ല എന്നുള്ള യു കെ കോടതിയുടെ ജഡ്ജ്മെൻറ്റ് നിലനിൽപ്പുണ്ട് ഈ യു കെയുടെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമറിൻ്റെ മേളിൽ. പക്ഷെ അതിനെ മറികടന്നുകൊണ്ടാണ് പുള്ളി ഇപ്പോഴും പ്രൈം മിനിസ്റ്ററായിട്ട് തുടരുന്നത്. പക്ഷേ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ അവർ റിസൈൻ ചെയ്തു. സെയിം ആരോപണത്തിൻ്റെ മേളിലാണ് ഇവർ റിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് രണ്ടുപേരുടെ മേളിലും സെയിം കാറ്റഗറിയിൽ വരുന്ന കേസാണ്, ടാക്സ് വെട്ടിപ്പ്. ഒരാൾ റിസൈൻ ചെയ്തു. ഇപ്പം ലേബർ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാർമർ റിസൈൻ ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ പാർലമെന്റിന്റെ ഉള്ളിൽ ഇത് വലിയ രീതിയിലുള്ള ചർച്ചയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യു കെയുടെ ഉള്ളിൽ. ഇപ്പം ഏഞ്ചല റെയ്നറിന്റെ റെസിഗ്നേഷൻ മാറിയിരിക്കുന്നത് ഇത് ഒരു പക്ഷേ യു കെയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു അൺസർട്ടനിറ്റി, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയ്ക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. യു കെ ആണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഞാൻ പറയുന്ന വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെച്ചോണം. കാരണം നാളെ അമേരിക്ക മലക്കം മറിഞ്ഞിട്ട് ഇന്ത്യയെ വിളിച്ച് ചർച്ച നടത്താൻ തയ്യാറാവും. ആ സാഹചര്യത്തിൽ ഇന്ത്യയാണ് പോയി കാല് പിടിച്ചത് എന്നുള്ള രീതിയിൽ പലരും ഇവിടെ പറഞ്ഞു പരത്തും. അത് വിശ്വസിക്കാൻ കുറച്ച് ആൾക്കാർ അതിൻ്റെ കീഴിലുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർക്കുള്ള ഈ പൊളിറ്റിക്കൽ റൈവൽറി, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിൽ ശരിക്കും ഈ പൊളിറ്റിക്കൽ താല്പര്യമുള്ളത് കൊണ്ട് അപ്പം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ, അതായത് ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കേരളത്തിൽ കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി നിങ്ങളടുത്ത് പറയുന്നത്. കാരണം ഇന്ത്യയെ കുറ്റം പറഞ്ഞാലും അതിൻ്റെ താഴെ പോയിട്ട് അപ്രിസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്താണ് നടക്കുന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമാക്കി പോകാൻ മനസ്സിലാക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയെ മയപ്പെടുത്താനുള്ള ഇനിഷ്യേഷൻ. അപ്പം അതിന് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ട്രൂത്തിൽ ജസ്റ്റ് ഒരു 4 ലൈൻ കുറിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വായിച്ചു പോവാം. ഞാൻ ആ പോസ്റ്റ് ഇവിടെ വെക്കുന്നുണ്ട്. Looks like we have lost India and Russia to deepest, darkest China. May they have a long and prosperous future together. ഡൊണാൾഡ് ട്രംപ് അക്നോളജ് ചെയ്യുകയാണ്. എന്താണ് അക്നോളജ് ചെയ്യുന്നത്? ഇന്ത്യയും റഷ്യയും ചൈന എന്ന് പറഞ്ഞ ഒരു ഇരുട്ടിലേക്ക് ഞങ്ങൾ തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ. അതാണ് ഇപ്പം ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കരച്ചിലാണ് ട്രംപിൻ്റെ, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത്രയും ബോൾഡായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഇന്ത്യയെ ബാക്ക് ടു ബാക്ക് എതിരെ പല സ്റ്റേറ്റ്മെൻറ്റുകൾ ആ രീതിയിൽ പറഞ്ഞു പോയ ആ സ്റ്റേറ്റ്മെൻറ്റുകളൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാരണം ഇന്ത്യക്കെതിരെ പറഞ്ഞ പീറ്റർ നെവേരോ ഇപ്പം ആ പുള്ളി തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തുന്നത് എന്താണ്? ഇന്ത്യയെ ഞങ്ങൾ ഒരിക്കലും വിട്ടുകളയില്ല, ഇന്ത്യ മസ്റ്റായിട്ട് അമേരിക്കയോടൊപ്പം നിൽക്കേണ്ട രാജ്യമാണ്, ഞങ്ങൾ ഇന്ത്യയുമായിട്ട് ഒരു സമാധാനത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. സമാധാനം മീൻസ് ഞങ്ങൾ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റാൻ കാരണമുണ്ട്. ഇന്ത്യയുടെ സ്പോക്സ് പേഴ്സൺ രൺധീർ സിംഗ് ജയ്സ്വാൾ പുള്ളി ഒരു 10 മിനിറ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. രൺധീർ സിംഗ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് പീറ്റർ നെവേരയുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം പുള്ളി മിസ്ഇൻഫർമേഷൻസ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മാത്രമാണുള്ളത്, അതിലുപരിയായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ സാഹചര്യത്തിൽ പല കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റുകൾ അമേരിക്കയുടെ ഭാഗത്ത്, അതായത് whoever not supposed to talk about ഡിപ്ലോമാറ്റിക് റിലേഷൻസ് അഥവാ ഫോറിൻ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലും ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ, അതായത് ആ മേഖലയിൽ തന്നെ ഇല്ലാത്ത ആൾക്കാരാണ് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ മിസ് ഇന്റർപ്രിട്ടേഷൻ ആ തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് വന്നത്. അതിലൊരാളാണ് പീറ്റർ നെവേരോ. ഇത് വളരെ വ്യക്തമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെയാണ് ട്രംപിന്റെ പ്രഷർ പോളിസി ഇവിടെ ഫെയിലിയർ ആവുകയാണ്, താരിഫും തന്നെ ഫെയിലിയർ ആവുകയാണ്. ഇപ്പോൾ ഈ താരിഫിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ, നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്ക മുട്ടുമടക്കേണ്ടി വരും എന്ന് പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു താരിഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഓക്കെ, ഇതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു താരിഫാണ്, അപ്പോൾ അതുകൊണ്ട് ഇതൊരു കുറഞ്ഞ താരിഫാണ്. ഫോർ എക്സാമ്പിൾ ഒരു 18%, ഒരു 15% ഒക്കെ താരിഫ് ഇട്ടിരുന്നെങ്കിൽ അതൊരു റീസണബിൾ താരിഫായിട്ട് നമുക്ക് കണക്കാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? കൺവിൻസ് ആവുമായിരുന്നു. പക്ഷേ ഇവിടെ അപ്ലൈ ചെയ്ത് അങ്ങനെയല്ല. ഷോക്കിംഗ് ആയിട്ടൊരു 25%, കാരണം അത് തന്നെ ഇന്ത്യ എതിർത്തിരുന്ന താരിഫായിരുന്നു.
അതിന് പുറമെ വീണ്ടും ഒരു 25%. എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഒരുപാട് നാൾ പോവില്ല. കാരണം ഇതുകൊണ്ട് അമേരിക്കയുടെ ഉള്ളിൽ തന്നെയാണ് ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതുപോലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു CEO സബ്മിറ്റ് അവിടെ ഉണ്ടായിരുന്നു, ഒരു വിരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡിന്നർ. ആ ഡിന്നറിൽ ഏറ്റവും കൂടുതൽ അവിടെ പോയി ഇരുന്ന് ആഹാരം കഴിച്ച അത്രയും SEO, അവിടെ പോയി ആഹാരം കഴിച്ച അത്രയും CEOമാരുണ്ട്, സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, പല കമ്പനിയുടെ ഓണേഴ്സ്, ഗൂഗിളിനെ സുന്ദർപ്പിച്ച് ചെയ്തിട്ട് പല ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു. ട്രംപിന്റെ ഈ ഒരു പുതിയ പോളിസികൾ കൊണ്ട് ഒരുപാട് ആൾക്കാർ പേടിച്ചിട്ട് അമേരിക്കയുടെ ഉള്ളിൽ വന്ന് ഇൻവെസ്റ്റ്മെന്റ് നടത്തി എന്നുള്ള ഒരു അപ്രിസിയേഷൻ ആണ് ട്രംപിന് കൊടുത്തതായിട്ട് കാണാൻ. ഈ ഓപ്പൺ ടോക്കിൽ ആ ടേബിളിൽ ഇരുന്ന് ആ ഡിന്നറിന്റെ ഇടയിൽ സംസാരിച്ച സമയത്ത് ഇതായിരുന്നു അവിടുത്തെ അപ്രിസിയേഷൻ. കൂടുതൽ ആൾക്കാർ ട്രംപിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിന്റെ ബാക്ക് ഡോറിൽ നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്നലത്തെ വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ബിസിനസ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ ആ മീറ്റിംഗ് കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ ട്രംപ് ഓവൽ ഓഫീസിൽ ആ വർക്ക് സ്റ്റാർട്ട് ചെയ്ത പാടെ ഇട്ട മെസ്സേജ് ഇതാണ്, ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇതിൽ നിന്നാണ് ഇന്ന് പുള്ളി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതായത് കൃത്യമായിട്ട് ഈ താരിഫിന്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് വളരെ ശക്തമായി ആരോ 2-3 പേര് ഉപദേശിച്ചിട്ടുണ്ട്. ആ ഉപദേശമാണ് ഇപ്പം വർക്കായിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ ടോൺ മാറി, പീറ്റർ നവേരയുടെ ടോണും മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇതുകൊണ്ട് ട്രംപ് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ശക്തമായ പിന്തുണ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസ് വളരെ ശക്തമായിട്ട് ഇന്ത്യയോടൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഈ ഇന്ത്യയോടൊപ്പം ഒരുത്തന്നെ വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ഉടായ്പ ഇറക്കിക്കൊണ്ട് നടക്കുന്നത്. നമ്മൾ അതിനെ കൃത്യമായിട്ട് ഗണ്ണിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ട്രംപിന്റെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ മുക്കിക്കളഞ്ഞിട്ട് ഇന്ത്യയാണ് അങ്ങോട്ട് കാല് പിടിച്ചത് എന്ന് വരുത്തി തീർക്കാൻ ആൾക്കാർ ഇവിടെ വെമ്പൽ കൊണ്ട് നടപ്പുണ്ട്. അപ്പൊ അതൊക്കെ വരും, അതൊക്കെ നിങ്ങളുടെ മുന്നിൽ തന്നെ വരും ഈ വാർത്തകളൊക്കെ. അതിന് മുൻകൂട്ടിയെ ഞാൻ ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഞാൻ ചെയ്യുന്നത്. നമ്മളുടെ ചാനൽ കാണുന്ന തുച്ഛമായ ആൾക്കാർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഉണ്ടാകുമല്ലോ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന്റെ ജപ്പാൻ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജപ്പാനിൽ നിന്നും അമേരിക്കയിലേക്ക് ട്രേഡ് നെഗോസിയേഷൻ വേണ്ടിയിട്ട് പോകാനിരുന്ന ഒരു മീറ്റിംഗ് ജപ്പാൻ ക്യാൻസൽ ചെയ്തിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 550 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ജപ്പാൻ വാഗ്ദാനം ചെയ്തിരുന്നത്. അപ്പോൾ അത് ട്രേഡ് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോയിട്ട് ഇവിടെ നിന്ന് അടുത്ത് നമ്മുടെ റെപ്രസെന്റേറ്റീവ് ഒരാളെ അയച്ചു വെക്കാം എന്ന് ജപ്പാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അയക്കാം എന്നുള്ളതിലുപരിയായിട്ട് ഇതുവരെ ജപ്പാൻ അയച്ചിട്ടില്ല. 550 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ജപ്പാനിൽ നിന്നും വരുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് യാതൊരു പിടുത്തമില്ലാതിരിക്കുകയാണ് അമേരിക്ക. ഇതെല്ലാം തന്നെ സെമി കണ്ടക്ടർ മേഖലയിലൊക്കെ ജപ്പാൻ കൊളാബറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതാണ്. ആ സെമി കണ്ടക്ടർ മേഖലയൊക്കെ ഇന്ത്യക്കുള്ളിൽ വരികയാണ്. ഇതൊക്കെ തന്നെയാണ് അമേരിക്കയെ വല്ലാത്ത രീതിയിൽ ഡിസ്റ്റർബ് ചെയ്യുന്നത്. കാരണം ഗ്രോത്ത് എവിടെയുണ്ട്, ഗ്രോത്ത് പോസിബിലിറ്റി എവിടെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനിയിപ്പം ചില എക്കണോമിക്സുകളൊക്കെ പറയുന്നുണ്ട്, അതായത് ഇതിൽ വലുതായിട്ട് പറയാനൊന്നുമില്ല. അതായത് നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറിൽ നമുക്ക് 7.8% ഗ്രോത്ത് ഉണ്ടെങ്കിലും സെക്കൻഡ് ക്വാർട്ടറിൽ 0.20 to 0.30 വരെ കുറവ് രേഖപ്പെടുത്തിയേക്കാം. അതുപോലെ തേർഡ് ക്വാർട്ടറിൽ കുറച്ചുകൂടെ കുറവ് രേഖപ്പെടുത്തിയേക്കാം എന്നുള്ള ചില അനാലിസിസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യയുടെ ഓവറോൾ ഗ്രോത്ത് നോക്കുമ്പോഴത്തേക്കും അത് വളരെ സിഗ്നിഫിക്കൻ്റ്ലി വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ്. താരിഫ് ഇതുപോലെ 50% എന്നുള്ള നിലയിൽ തുടരുകയും അതുപോലെ തന്നെ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള മാർക്കറ്റ് നമ്മൾ കണ്ടെത്തിയില്ല എന്നുള്ള സ്ഥിതിയിലാണ് ഈ കുറവ് രേഖപ്പെടുന്നത്. അല്ല, നമ്മൾ ബദൽ മാർക്കറ്റ് കണ്ടെത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കുറവ് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയും എന്നാണ് പൊതുവിലുള്ള എക്കണോമിസ്റ്റുകൾ എല്ലാം തന്നെ വിലയിരുത്തുന്നത്. ഇപ്പൊ മാർക്കോ റൂബിയോ ആയിക്കോട്ടെ, സ്കോട്ട് ബെസന്റ് ആയിക്കോട്ടെ, ലുറ്റ്നിക് ആയിക്കോട്ടെ, ഇവരെല്ലാം തന്നെ ഇപ്പം കുറച്ച് മയപ്പെട്ട രീതിയിലാണ് ഇന്ത്യയുമായിട്ട് പെരുമാറുന്നത്. ഇന്ത്യയുടെ പേര് പറയുമ്പോൾ അവർക്ക് ഇച്ചിരി റെസ്പെക്ട് ഉണ്ട്. നമ്മൾ യുവമാരുടെ കാല് പിടിച്ച് പോയിരുന്നുണ്ടെങ്കിൽ നമുക്ക് പാകിസ്ഥാനേക്കാളും താഴെയായിരിക്കും നമ്മളെ കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യ എടുത്ത നിലപാട് വളരെ പവർഫുൾ ആയിട്ടുള്ള നിലപാടാണ്. ഇന്ത്യ എടുത്ത ടൂൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ടൂളാണ്. അതാണ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പ്രൂവ് ചെയ്യുന്നത്. ഇപ്പൊ ജപ്പാന്റെ സൈഡിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് 550 ബില്യൺ അത് കിട്ടുന്നില്ല. അപ്പൊ അടുത്ത് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് ഉക്രൈൻ സെലൻസ്കി ഇന്ത്യ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ഇനി ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ റഷ്യയുമായിട്ട് ഇടപെട്ട് ഈ യുദ്ധത്തിലേക്ക് ഒരു വഴിത്തിരിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അതായത് ഒരു പീസ് ട്രീറ്റിയോ ഒരു സീസ് ഫയറോ എന്തെങ്കിലും ഇന്ത്യ ഇടപെട്ടുകൊണ്ട് സംഭവിച്ചാൽ ട്രംപിന് അതിനേക്കാൾ നാണക്കേട് വേറെ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലും എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിക്കുന്നുണ്ട്. കാരണം സ്ലോവാക്യയുടെ ലീഡർ റോബർട്ട് SCO സബ്മിറ്റ് നടക്കുന്ന ചൈന വിസിറ്റ് ചെയ്യുകയും അവിടെ വെച്ച് പുടിനെ കണ്ട് സംസാരിച്ചിട്ട് നേരെ പോയത് ഉക്രൈനിൽ നേരെ പോയി സെലൻസ്കിയെ കണ്ട് സംസാരിക്കുന്നു. സെലൻസ്കിയും റോബർട്ടും തമ്മിൽ നീണ്ട ചർച്ച. ഓൾറെഡി അറിയാമല്ലോ, സ്ലോവാക്യ, ഹംഗറി ഇവരൊക്കെ തന്നെ ഈ ഗ്യാസ് പൈപ്പ് ലൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇഴഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് സ്ലോവാക്യയിൽ നിന്നും റോബർട്ട് പോയിട്ട് ഉക്രൈനിലെ സെലൻസ്കിയെ കൊണ്ട് സംസാരിക്കുന്നത്. പുടിനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്താണ്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള സൊല്യൂഷനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഇതൊക്കെ ട്രംപ് അറിഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ട്രംപിനെ കൊണ്ട് സാധിക്കാത്തത്, അമേരിക്കയെ കൊണ്ട് സാധിക്കാത്തത് സ്ലോവാക്യ നടത്തി തീർക്കുമോ എന്നുള്ള പേടിയിലാണ് ട്രംപ് ഇപ്പോൾ. നോക്കൂ, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ടെൻഷനുള്ള ഒരു പരിപാടിയാണെന്ന് മനസ്സിലായോ? അതാണ് സംഭവം. പല കാര്യങ്ങളുടെ മേളിലും ടെൻഷനാണ്. ടെൻഷൻ അടിച്ച് നല്ല ഹൈ പ്രഷർ കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. എങ്ങനെയെങ്കിലും ലോകത്തൊരു സമാധാനം പുനഃസ്ഥാപിച്ച് ഒരു സമാധാനത്തിന്റെ നൊബൽ പ്രൈസ് അങ്ങ് മേടിച്ചു കളയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒട്ടും സമ്മതിക്കുന്നില്ല ആൾക്കാർ.
അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ട്രംപ് ഭയങ്കര ടെൻഷനിലിരിക്കുകയാണ്. അമേരിക്കയുടെ ഉള്ളിൽ ജോബ് ലോസ്, ഒരു വർഷവും ഇല്ലാത്ത രീതിയിലുള്ള ജോബ് ലോസ്. അതായത് കഴിഞ്ഞ 5 വർഷങ്ങൾ കൊണ്ട് 29,000 ഏതാണ്ട് 30,000 ജോബ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയുടെ മുന്നോട്ട് പോക്ക്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് രാജ്യത്താണ് ജോബ് സെക്യൂരിറ്റി നമുക്ക് ഉറപ്പ് തരാൻ പറ്റുക എന്നുള്ളത്. ഒരു രാജ്യത്തും നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റി ഉറപ്പ് തരാൻ പറ്റത്തില്ല, അത് ഏത് രാജ്യമായാലും. പലരും പറയും അമേരിക്കയിലൊക്കെ ഭയങ്കര ജോബ് സെക്യൂരിറ്റിയാണ്. എവിടുത്തെ ജോബ് സെക്യൂരിറ്റി? 29,000 ജോലി നഷ്ടപ്പെട്ട കണക്കാണ് ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഈ ജോബ് ലോസ് ഏറ്റവും കൂടുതൽ സ്പീഡപ്പ് ആയിട്ട് നടക്കുന്നുള്ളതാണ്. അതായത് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് മുന്നോട്ട് പോവാണ് ജോബ് ലോസ്. കാരണം വേറെ ഒന്നുമില്ല, ഈ താരിഫ് തന്നെയാണ് പ്രശ്നം. കാരണം ഈ താരിഫ് അഫോർഡബിൾ അല്ല. പല ചെറിയ കമ്പനികളും പൂട്ടിപ്പോകുന്ന സാഹചര്യം. ബ്രസീലിൽ നിന്ന് കോഫി ഇറക്കുമതി നിർത്തിയതോടുകൂടി കോഫി ഷോപ്പുകൾ, ഒരു കോഫി ഷോപ്പിൽ മിനിമം 3-4 എംപ്ലോയീസ് ഉണ്ടാവും. അവരെല്ലാവരും തന്നെ അപ്പോൾ അതെല്ലാം തന്നെ കോസ്റ്റ് കട്ടിങ് ചെയ്യേണ്ട സാഹചര്യം. അതേപോലെ കുറെ സ്വിസ് വാച്ച് കച്ചവട കമ്പനികൾ വളരെ ഫേമസ് ആണ്. സ്വിറ്റ്സർലാൻഡിന് 39%, 40% താരിഫാണ് സ്വിറ്റ്സർലാൻഡിന്. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള വാച്ച് എക്സ്പോർട്ടുകൾ തീരെ കുറയാണ്. അതെല്ലാം തന്നെ ഹാൻഡ് മെയ്ഡ് വാച്ചുകളാണ്, എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അത്രമാത്രം താരിഫ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വാച്ച് കടകളൊക്കെ മന്ദഗതിയിലാണ് പോകുന്നത്. അവിടെയെല്ലാം തന്നെ അവിടെയെല്ലാം തന്നെ ജോബ് ലോസ് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബീഫ്, ബ്രസീലിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് ഇറക്കുമതി ചെയ്യുന്നത്. പല മേഖലകളും ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഇന്ത്യൻ പ്രോഡക്റ്റുകളുണ്ടല്ലോ. പലരും ചോദിക്കും എന്ത് സാധനങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നത്? എന്തായാലും 86 ബില്യന്റെ സാധനം കയറ്റി അയക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്രമാത്രം അവിടെ കച്ചവടം നടക്കുന്നുണ്ട്. ആ മേഖലകളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. അതിന് ഇന്നലെ നടന്ന ആ ഒരു സിഇഒമാരുടെ മീറ്റിംഗ്, ആ ബിസിനസ് ഇൻവെസ്റ്റേഴ്സിന്റെ മീറ്റിംഗ്, അവർക്ക് കൊടുത്ത ഡിന്നറിൽ AI ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് മെലോണിയ ട്രംപ് ഒരു ചെറിയ സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. AI ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെൻഷൻസ് നടക്കേണ്ടതുണ്ട് അവിടെ. ഞാൻ പറഞ്ഞത് ഈ ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ മാത്രം വെച്ചുകൊണ്ട് കാര്യം മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ അമേരിക്ക തെറ്റിദ്ധരിച്ച് മുന്നോട്ട് പോകുന്നെങ്കിൽ AI വൻ വീഴ്ച സംഭവിക്കും. AI ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ 8 നില പൊട്ടും. AI അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്വാണ്ടം പ്ലസ് AI എന്ന് പറഞ്ഞിട്ട്. AI ജനറൽ മോഡലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള റിസർച്ച് മോഡലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതോടൊപ്പം ഇന്ത്യ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വീണ്ടും റഷ്യയിൽ തന്നെയാണ് ഓയിൽ മേടിക്കുന്നത്. ഏതാണ്ട് $3 to $4 വീണ്ടും കുറച്ച് കൊടുക്കുകയാണ് റഷ്യ ഓയിൽ. അപ്പം വീണ്ടും നമ്മൾ ഓയിൽ റഷ്യയിൽ തന്നെയാണ് മേടിക്കുന്നത്. അതിൽ യാതൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല എന്നാണ് അടിയുറച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ. അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് കോട്ട് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇന്ത്യയും റഷ്യയും ഞങ്ങളുടെ സൈഡിൽ നിന്നിരുന്ന ആൾക്കാരെ പിടിച്ച് ചൈനയുടെ ഇരുട്ടിലേക്ക് തള്ളിവിട്ടു എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്ക ആയിട്ടുള്ള സൗദി അറേബ്യ, മിഡിൽ ഈസ്റ്റിലെ അമേരിക്ക എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. അതിന് വേറെ എവിടെയും പോയി അമേരിക്ക അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അമേരിക്ക എന്താണ് വിചാരിക്കുന്നത് അത് സൗദി അറേബ്യ നടത്തും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. സൗദി അറേബ്യ ഇന്ത്യക്ക് ഓയിൽ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പല വാർത്തകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സൗദി അറേബ്യ എണ്ണ നിർത്തിയാൽ നമുക്ക് എന്താണ്? അത് നമ്മൾ ഏറ്റവും കൂടുതൽ റഷ്യയുടെ നിന്ന് ഓയിൽ മേടിക്കുന്നതിനെ ബൂസ്റ്റ് ചെയ്യും. സൗദി അറേബ്യ തരുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയാണ് കിട്ടുന്നത് അവിടുന്ന് പർച്ചേസ് ചെയ്യും. ആ രീതിയിലാണ്. കാരണം സൗദി അറേബ്യ എണ്ണ തരാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, സൗദി അറേബ്യയ്ക്ക് മേളിൽ ഇനി അമേരിക്ക സാങ്ഷൻസ് വല്ലതും ഇട്ടാലോ എന്നുള്ളൊരു പേടിയിലാണ് അവർ ആ തീരുമാനം എടുത്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജർമ്മനിയുടെ ചാൻസലർ ആയിട്ടുള്ള മേഴ്സ് ഫ്രെഡറിക് പറഞ്ഞിരിക്കുന്നത് ജർമ്മനി ഞങ്ങൾ യൂറോപ്പ് കുറച്ച് വീക്കാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് റഷ്യയെ കൺഫ്രണ്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തത്. അത് ഞങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട്, പക്ഷേ വേറെ വഴിയില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് അബദ്ധത്തിൽ അങ്ങ് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം തന്നെ ഇപ്പോൾ ഏഷ്യൻ സൈഡിലുള്ള ഒരു അലയൻസ് ആയിട്ട്, ഒരു മെയിൻ ആയിട്ടുള്ള പാർട്ണറായിട്ട്, മേജർ ഗ്ലോബൽ പ്ലെയർ ആയിട്ട് ഇന്ത്യയാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്ക ജിയോ പൊളിറ്റിക്സ് മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് ശ്രമിക്കുന്നത്? അതായത് ഇന്ത്യയെ പതിയെ അമേരിക്കയുടെ ആ ഒരു നയതന്ത്രത്തിലേക്ക് കൊണ്ടുവരികയും ചൈനയെ കട്ടയ്ക്കങ്ങ് ഒപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് വരുന്ന 1-2 ദിവസങ്ങളിൽ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ അമേരിക്ക ഒരു അലിഗേഷൻ എടുത്ത് ചൈനയുടെ മേളിൽ വെച്ചിരിക്കുകയാണ്. എന്താണ് അലിഗേഷൻ? ചൈന അമേരിക്കയുടെ ഉള്ളിൽ പല രീതിയിലുള്ള സ്പൈ വർക്കുകൾ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്പൈ വർക്കിലൂടെ ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ തൊട്ട് JD വാൻസിന്റെ ഫോൺ തൊട്ട് മാർക്കോ റൂബിയോയുടെ ഫോൺ തൊട്ട് അവിടെ ഏതെല്ലാം പൊളിറ്റീഷ്യന്മാരുടെ ഫോൺ കണക്ഷൻസ് ഒക്കെ ഉണ്ടോ ഒരു ടെലഫോണിക് സ്പൈ അമേരിക്കയുടെ കംപ്ലീറ്റ് കോൺവെർസേഷനുകളും ഡേറ്റ എല്ലാം ചോർത്തുന്നു എന്നുള്ളൊരു അലിഗേഷനാണ് ഇപ്പം എടുത്തു വെക്കുന്നത്. ഇത് എത്രമാത്രം സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ ആയിട്ട് മാറും എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു അലിഗേഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണ്. അപ്പോൾ ഇത് ഒരു ഇസ്രായേൽ മാതൃകയിൽ ചൈന പെരുമാറുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു അലിഗേഷനാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് കൊണ്ടുവന്നിട്ട് അവരെ മൊത്തത്തിലൊന്ന് ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇത് എത്രമാത്രം മറ്റുള്ള രാജ്യങ്ങൾ വിശ്വാസത്തിലെടുക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം ഇത്രയും നാൾ നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഒരു അലിഗേഷനുമായിട്ട് വരുന്നതിന്റെ കാരണം പ്രൂഫ്, അതാണ് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി വേണമെങ്കിൽ അവർ 5 ഐസ് വിളിച്ചു കൂട്ടും, ഇനി G7 രാജ്യങ്ങളുമായിട്ട് സംസാരിക്കും, G20 ഇത് ഷെയർ ചെയ്യും. ഇങ്ങനെ പല വിഷയങ്ങളും അവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതായത് എങ്ങനെയെങ്കിലും ചൈനയെ ഒതുക്കുക, അപ്പോൾ അതിലൂടെ ഇന്ത്യയെ ഒന്ന് മെരുക്കി ഇന്ത്യയെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇനിയുള്ള അമേരിക്കയുടെ ഒരു പോംവഴി. ഇന്ത്യയെ ഇനി തിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസമാണ്.
അത് അമേരിക്കയ്ക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. കാരണം ജോൺ ബോൾട്ടൺ എന്ന് പറയുന്നത് അമേരിക്കയുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ NSA ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതായത് ട്രംപ് ഇതിനു മുമ്പ് ഒരു 4 വർഷം ഉണ്ടായിരുന്നല്ലോ. ആ 4 വർഷവും ഈ ജോൺ ബോൾട്ടൺ ആയിരുന്നു ട്രംപിന്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. അയാൾ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെയാണ് ട്രംപിന്റെ തലച്ചോറിൽ കയറി ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള ഡെമോക്രാറ്റുകൾ പറഞ്ഞാൽ പോലും ട്രംപ് അതിനെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ജോൺ ബോൾട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ പറയുമ്പോൾ ട്രംപിന് അത് ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ്. കാരണം എക്സ്പീരിയൻസ്. അതാണ് ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. ജോൺ ബോൾട്ടൺ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാനേ കഴിയില്ല എന്നുള്ളത് അങ്ങ് അടിയുറച്ച് പറഞ്ഞിരിക്കുകയാണ്. തായ്യബ് എർദോഗൻ പെട്ടെന്നൊരു മലക്കമറിച്ചൽ. തായ്യബ് എർദോഗന്റെ സൈഡിൽ നിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. തായ്യബ് എർദോഗൻ പറയുന്നത് ഹമാസ് നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ഏതാണ്ട് 700 ദിവസങ്ങളായിട്ട് നിങ്ങൾ ഇസ്രായേലിൽ നിന്ന് ഈ ബന്ദികളെ പിടിച്ചുകൊണ്ട് വെച്ചിരിക്കുകയാണ്, അവരെ എത്രയും വേഗം റിലീസ് ചെയ്യണം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞതാണോ അല്ലെങ്കിൽ ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ആ ഒരു കച്ചവടത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്നു വിചാരിച്ചിട്ട് പറഞ്ഞാണോ അറിയത്തില്ല. എന്നാൽ തായ്യബ് എർദോഗൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹമാസ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇസ്രായേലിന്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ട്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഈ ഒരു ബന്ദി മോചനവുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ സൈഡിലുള്ള ഓപ്പോസിറ്റ് ആൾക്കാർ ഇങ്ങനെ ഈ ഒരു ഗാസ ഓക്കുപേഷൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ അവിടെ ഉണ്ട്. കാരണം ഇസ്രായേൽ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രതിഷേധിക്കാനുള്ള പെർമിഷൻ ഉണ്ട്, പ്രതിഷേധിക്കാനുള്ള ടീം അവിടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ നെതന്യാഹുവിന്റെ മേലെ ഒരു പ്രഷർ ഉള്ള സാഹചര്യത്തിൽ തന്നെ ഹമാസ് ഇപ്പോൾ ഒരു പ്രൊപ്പഗണ്ട വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ പ്രൊപ്പഗണ്ട വീഡിയോ എന്താണ്? ഒരു ബന്ദിയെ കാറിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾക്ക് നടുവിൽ ഈ ഒരു കാറിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു വ്യക്തി സംസാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ ഇങ്ങനെ ബന്ദികളായിട്ട് ഇരിക്കുന്നതിന്റെ കാരണം നെതന്യാഹു ആണെന്നാണ് ആ ബന്ദി പറയുന്നത്. അത് തീർച്ചയായിട്ടും അറിയാമല്ലോ, പ്രൊപ്പഗണ്ട വീഡിയോ ആണ്. അത് ബന്ദിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. തോക്കിൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലേ പറ്റൂ. അപ്പോൾ അതാണ് സാഹചര്യം. അപ്പോൾ അത് ശരിക്കും ഈ ഒരു വീഡിയോ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കുകയും അതിലൂടെ നെതന്യാഹുവിന്റെ സർക്കാരിന്റെ മേളിൽ നല്ല രീതിയിലുള്ള സമ്മർദ്ദം വരികയും അങ്ങനെയെങ്കിലും ഗാസയിലെ ഒരു ആക്രമണത്തിന് ഒരു അറുതി ഉണ്ടാകുമോ എന്നാണ് ഹമാസ് ശ്രമിക്കുന്നത്. പക്ഷേ അത് നടക്കൂല എന്നാണ് നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അബു ഒബൈദയുടെ ഫോട്ടോ ഇപ്പൊ നിങ്ങൾ നന്നായിട്ട് കണ്ടു. ഈ അബു ഒബൈദയുടെ ലൊക്കേഷൻ എങ്ങനെ കണ്ടെത്തി, ഈ അബു ഒബൈദ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിന്റെ വിവരം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്, ഇപ്പൊ വിവരങ്ങൾ പുറത്തു വരുന്നത് അൽ ജസീറയുടെ ഒരു പിക്ചർ, അൽ ജസീറ ഒരു ഫോട്ടോ എടുത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഹമാസിന്റെ ടീമിൽപ്പെട്ട ഒരു 4 ആൾക്കാർ ഒരു മേശയ്ക്ക് ചുറ്റും നിൽപ്പുണ്ട്. അപ്പോൾ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊരു വലിയ ബിൽഡിങ്ങിന് മേലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ, ആ ബിൽഡിങ്ങിന്റെ പുറത്തുള്ള ആ ഒരു ഇമേജ് ഒക്കെ ട്രേസ് ചെയ്തിട്ടാണ് ഹമാസ് ഈ ലൊക്കേഷനിൽ ഈ ബിൽഡിങ്ങിലാണ് ഇവർ താമസം എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇവർ ഫേസ് ഒക്കെ ബ്ലർ ചെയ്തിട്ടാണ് ഇവർ പബ്ലിഷ് ചെയ്തത് ഫോട്ടോ. പക്ഷേ ഇവർക്ക് ബുദ്ധിയില്ലാതായി പോയി. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ് ആയിട്ട് ചിന്തിക്കണം. പക്ഷേ ഇസ്രായേൽ ഈ ഒരു ഫോട്ടോ ഫുള്ളായിട്ട് നല്ല ക്ലാരിറ്റിയോടുകൂടി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അൽ ജസീറ മുഖമൊക്കെ ബ്ലർ ചെയ്തുകൊണ്ട് പബ്ലിഷ് ചെയ്ത ഒരു ഇമേജ് ഇസ്രായേലിന് ഫുൾ ഇമേജ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി കിട്ടിയത്? ഇനി ഇത് ഏതെങ്കിലും ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഇവർ ക്ലാരിറ്റി ആക്കി എടുത്തതാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും അൽ ജസീറയുടെ ഉള്ളിൽ നിന്നും ഇസ്രായേലിന് ചോർത്തി കൊടുത്തതാണോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും ഇതിനകത്തൊരു ചോർത്തൽ നടന്നിട്ടുണ്ട്. ഏതോ ഒരു മൊസാദിന്റെ സ്പൈ അൽ ജസീറയുടെ ഓഫീസിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അബു ഒബൈദ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് വളരെ ഈസി ആയിട്ട്. അപ്പം അങ്ങനെ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിംഗ് വരെ ഇന്ന് അടിച്ച് തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ. ആ ബിൽഡിംഗ് എന്ന് വെച്ചാൽ നിസ്സാര അറ്റാക്ക് അല്ല, ശരിക്കും എയർ സ്ട്രൈക്ക് ആണ്. ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ വളരെ ഈസി ആയിട്ടാണ് അറ്റാക്ക് ചെയ്ത് കളയുന്നത് ഇസ്രായേൽ. അതുപോലെ ഹെസ്ബുള്ള ലെബനാന്റെ ഉള്ളിൽ ഹെസ്ബുള്ളാക്കളും ജോസഫ് ആവോന്റെ ഇപ്പോഴത്തെ റൂളിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ജോസഫ് ആവോന്റെ ക്യാബിനറ്റ് തമ്മിൽ അവിടെ ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീറ്റിംഗിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം. കാരണം ഈ ഹെസ്ബുള്ളയെ സറണ്ടർ ആവണമെന്നാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജോസഫ് ആവോൻ. അപ്പോൾ ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സറണ്ടർ ചെയ്യാൻ സാധ്യമല്ല, ഞങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ എന്തായാലും സറണ്ടർ ചെയ്തില്ല, നിങ്ങൾ റിസൈൻ ചെയ്ത് സ്ഥലം കാലിയാക്കുമെന്നാണ് ഹെസ്ബുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ്സ് ആണ്. അപ്പോൾ ഒരു തീരുമാനമാവാതെ ഇന്നും ക്യാബിനറ്റ് മീറ്റിംഗ് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മണിപ്പൂറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണിത്. മണിപ്പൂരിൽ മേത്തികളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ധാരണയായിരിക്കുകയാണ്. അതായത് കുറേ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം മേത്തികളും തമ്മിലുള്ള ആ ഒരു ഇഷ്യൂ സെറ്റിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം വേറൊന്നുമല്ല, മിലിറ്ററിയുടെ പ്രസൻസ്. അവിടെ ഗവർണർ റൂളാണ് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ ഗവർണർ റൂൾ വന്നതിന് ശേഷം അവിടെ മിലിറ്ററിയാണ് കൂടുതൽ കാര്യങ്ങൾ നോക്കി നടത്തിയത്. അവിടുത്തെ ലോ ആൻഡ് സെക്യൂരിറ്റി മൊത്തം മിലിറ്ററിയുടെ കൺട്രോളിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ മിലിറ്ററി റൂളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എൻഡ് കാർഡ് കൊണ്ടുവന്നിരിക്കുകയാണ് സെൻട്രൽ ഗവൺമെന്റ്. ശരിക്കും പറഞ്ഞാൽ മണിപ്പൂരിൽ ഹൂത്തികൾക്കും മെയ്ത്തികൾക്കും ഇടയിൽ ഇനി ഞങ്ങൾ ആയുധം എടുത്തുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനോ യുദ്ധത്തിനോ ഞങ്ങൾ പരസ്പരം പോരടിക്കാനോ തയ്യാറല്ല എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിട്ടിരിക്കുകയാണ് 2 കൂട്ടരും. അപ്പോൾ ഈ വാർത്തയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇന്ത്യയുടെ കാല് USA പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കാല് അമേരിക്ക പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇനി ഇതിനെ മാറ്റി പറയാൻ വേണ്ടിയിട്ട് പല വാർത്തകളും വരും. പക്ഷേ അതിന് ഒരു അഡ്വാൻസ് ആയിട്ടാണ് ഞാൻ ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.